ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജില്ലൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മല്ലികപ്പൂവിനെ കുറിച്ചിട്ടുള്ളതാണ്. ചെണ്ടുമല്ലിക, ബന്ദിപ്പൂ, മാരിഗോൾഡ് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും വളങ്ങൾ എന്തൊക്കെയാണ് നൽകേണ്ടത്, ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നടുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടിയെ നമ്മൾ നടാനായിട്ട്. നന്നായിട്ട് ഉച്ചവെയിലൊക്കെ നല്ലോണം തട്ടുന്നിടത്ത് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട്. സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് നട്ടാൽ നമുക്ക് ഈ ചെടി ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല പൂവോട് കൂടെ വളർത്തിയെടുക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മണ്ണ് പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളതിൽ ചെടി നട്ടു വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നാം നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഈ ചെടി നമ്മൾ നടാനായിട്ട്. നമ്മൾ സാധാരണയായിട്ട് ഈ ചെടി നടുന്നത് ഇതിൻ്റെ വിത്ത് പാവിയിട്ടാണ്. ഈ പൂവ് ഉണ്ടായതിന് ശേഷം അതിൽ വിത്ത് വരും. ആ വിത്ത് പാവിയിട്ടാണ് നമ്മൾ ഈ ചെടിയെ നട്ട് വെക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് രണ്ട് നിറത്തിലുണ്ട്. ഓറഞ്ച് നിറത്തിലും ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവാണുള്ളത്. ഇത് നന്നായിട്ട് പൂക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ചെടിയാണ്. പിന്നെ ഒരു സംരക്ഷണവും കൂടാതെ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇടയ്ക്കിടെ നമ്മൾ ചെടിയുടെ വേരിൻ്റെ താഴെ മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ചെടി നന്നായിട്ട് വളർന്നു വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, മഴക്കാലത്ത് ചെടി പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. മഴക്കാലമാകുമ്പോൾ പൂവിൻ്റെ ഇതളൊക്കെ കൊഴിഞ്ഞ് ഒരു ഭംഗിയില്ലാത്ത ഒരു രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് ചിലപ്പോൾ മാറും. അതുകൊണ്ട് നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ നന്നായിട്ട് മഴ പറ്റാത്ത ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഈ ചെടി നടാൻ ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ഈ ചെടി മുകളിലോട്ടാണ് വളർന്നു വരുന്നത്. അതിൻ്റെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ മുകളിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വെയിൽ തട്ടുന്ന ഭാഗത്ത് വേണം നമ്മളിത് വെക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഒന്ന് ചേർത്തിട്ട് അതിൻ്റെ താഴെ ഇട്ട് കൊടുത്താൽ മതി. വിത്ത് പാവിയിട്ടല്ലാതെ നമുക്ക് ഈ ചെടിയെ വേറെ രീതിയിലും മുളപ്പിച്ചെടുക്കാം. അതായത് തൈയൊക്കെ ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചെടിയുടെ മുകളവശത്ത് വരുന്ന ഇളം തണ്ടുണ്ടാകും. ആ തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പം പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മല്ലിക ചെടി. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പല നിറത്തിൽ ഇതിപ്പോൾ നമുക്ക് കിട്ടാനുണ്ട്. നഴ്സറിയിലൊക്കെ ഇതിന് 40-45 രൂപ തൊട്ടുകൊണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മല്ലിക ചെടി. വളങ്ങൾ നൽകുകയാണെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്നും കൂടെ ഫ്ലവറിങ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഒരു വിധത്തിലുള്ള വളങ്ങളൊന്നും ഇതിന് നൽകിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മല്ലിക ചെടി നടുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് നൽകുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.